വെതർ കണ്ടീഷൻ, കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി നമ്മൾ പറയാനുള്ളത് സീസൺസിനെ കുറിച്ചാണ്. There are 3 important seasons. Listen here. നമ്മള് കഴിഞ്ഞ ദിവസം കുറെ കാലാവസ്ഥയിലുള്ള ചേഞ്ചസിനെ കുറിച്ച് പറഞ്ഞു. ചില ദിവസം ക്ലൗഡി ഡേ ആയിരിക്കും, ചില ദിവസം എന്തായിരിക്കും, വിൻഡി ഡേ, റെയിനി ഡേ ആൻഡ് കോൾഡ് ഡേ. ഇതൊക്കെ എന്താണ്, വെതർ ചേഞ്ചസ് ആണ്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സീസൺസിനെ കുറിച്ചാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള സീസൺസിനെ കുറിച്ച്. There are 3 important seasons. They are summer, rainy or monsoon and winter. Then there are 3 important seasons. They are summer, rainy or monsoon and winter. എത്ര സീസൺ ഉണ്ട്? 3 സീസൺ ആണല്ലേ. സമ്മർ ഉണ്ട്, റെയിനി സീസൺ അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, മൺസൂൺ എന്ന് പറയും. ദെൻ വിന്റർ സീസൺ അല്ലേ. ഇതാണ് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീസൺ. സോ സമ്മർ സീസൺ. Then we are going to study about the summer season. It is very hot in summer. The summer season lasts from March to June. അല്ലേ. 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീസൺസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് എന്താണ്, സമ്മർ, മൺസൂൺ, വിന്റർ. മൺസൂണിന് നമ്മൾ റെയിനി സീസൺ എന്നും പറയാറുണ്ട്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 സീസൺസ് ഏതൊക്കെയാണ്? സമ്മർ, മൺസൂൺ ആൻഡ് വിന്റർ സീസൺ. ദെൻ സമ്മർ. എന്താണ് സമ്മർ സീസൺ എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. It is very hot in summer. The summer season lasts from March to June. സമ്മറിൽ എന്താണ്, വളരെ ചൂടായിരിക്കും എന്നാണ് പറയുന്നത്. സമ്മറിൽ പൊതുവെ ഭയങ്കര ചൂടുള്ള സമയമാണ്. സോ സമ്മർ സീസൺ മാർച്ച് മുതൽ ജൂൺ വരെയാണ് ഉണ്ടാവുക. മാർച്ച് മുതൽ ജൂൺ വരെയാണ് നമുക്ക് നല്ല ചൂട് ഫീൽ ചെയ്യുന്ന സമയം. സോ അതിനാണ് സമ്മർ സീസൺ എന്ന് പറയാം. മാർച്ച് ടു ജൂൺ. ഇതേതാണ്, ഇപ്പൊ ഏത് സീസൺ ആണ്? അപ്പോ അറിയാമോ? അപ്പൊ ഇപ്പൊ ഏത് സീസൺ ആയിരിക്കും? മാർച്ച് മുതൽ ജൂൺ വരെ സമ്മർ സീസൺ ആണ് എന്ന് പറഞ്ഞു. ഇതേതാ മാസം? റയാൻ, which month is this? മാർച്ച്. അപ്പൊ ഇപ്പൊ ഏത് സീസൺ ആണ്? സമ്മർ ആണോ, മൺസൂൺ ആണോ, വിന്റർ ആണോ? സമ്മർ. സമ്മർ സീസൺ ആണല്ലേ. വളരെ ചൂടാണല്ലേ ഇപ്പൊ, നമുക്ക് നല്ല ചൂടുള്ള സമയമാണ് ഇപ്പോ. സോ ഇത് സമ്മർ സീസൺ ആണ്. സമ്മർ സീസൺ എപ്പോഴും മാർച്ച് മുതൽ ജൂൺ വരെ ആയിരിക്കും ഉണ്ടാവുക. ദെൻ റെയിനി സീസൺ ഓർ മൺസൂൺ. റെയിനി സീസണെയാണ് നമ്മൾ സാധാരണയായിട്ട് മൺസൂൺ എന്ന് പറയുന്നത്. The rainy season usually lasts from June to September. We wear raincoats or carry umbrellas when we go out in the rain. അപ്പോ റെയിനി സീസൺ ഓർ മൺസൂൺ എന്നുള്ളത് എന്താണ് എന്നാണ് നമ്മളിപ്പോ പറയാൻ വേണ്ടി പോകുന്നത്. The rainy season usually lasts from June to September. മാർച്ച് മുതൽ ജൂൺ വരെ ഏതാണ്? സമ്മർ സീസൺ അല്ലേ. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസം എന്താണ്? ചൂടാണ്, സമ്മർ സീസൺ ആണ്. ജൂൺ ടു സെപ്റ്റംബർ ആർ മൺസൂൺ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ എന്താണ്? മൺസൂൺ ആണ്. അപ്പോ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഏതാണ്? മൺസൂൺ ആണ്. നല്ല മഴയുള്ള സമയമാണ് അല്ലേ. സാധാരണയായിട്ട് നിങ്ങളുടെ സ്കൂൾ ഓപ്പൺ ആവുന്ന സമയത്ത് അല്ലേ, ജൂൺ മാസത്തിൽ നല്ല മഴയാണ് അല്ലേ. മഴയത്ത് എന്താണ്, വൈകുന്നേരം ഒക്കെ നല്ല മഴയായിരിക്കും. സ്കൂൾ വിട്ട് നിങ്ങൾ വരുന്ന സമയത്തൊക്കെ നല്ല മഴ ഉണ്ടാവാറില്ലേ സ്കൂളിൽ പോകുന്ന ടൈമില്. സോ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നല്ല മഴയാണ്. അതിനാണ് നമ്മൾ മൺസൂൺ അല്ലെങ്കിൽ റെയിനി സീസൺ എന്ന് പറയുന്നത്. The rainy season usually lasts from June to September. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് റെയിനി സീസൺ, മഴക്കാലം ഉണ്ടാവാറ്. Then we wear raincoats or carry umbrellas when we go out in the rain. മഴയുള്ള സമയത്ത് പുറത്തു പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ?
അംബ്രല കൊണ്ടുപോകും അല്ലേ? കൊട എടുക്കാറില്ലേ മഴയത്ത് പുറത്തു പോകുമ്പോ? ഉണ്ട്. അല്ലാത്തവർ എന്ത് ചെയ്യും? റെയിൻ കോട്ട് വെയർ ചെയ്യും അല്ലെ? റെയിൻ കോട്ട് വെയർ ചെയ്തിട്ട് ദെൻ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ എന്താണ്? റെയിനി സീസൺ ആണ്, മൺസൂൺ എന്നും അതിന് പറയും അല്ലെ? അപ്പൊ ഈ സമയത്ത് പുറത്തു പോകുമ്പോ, നല്ല മഴയുള്ള സമയത്ത് പുറത്തു പോകുമ്പോൾ നമ്മൾ അംബ്രലാസ് കൊണ്ടുപോകും. പിന്നെ എന്താണ്? അല്ലെങ്കിൽ റെയിൻ കോട്ട് വെയർ ചെയ്തിട്ടാ പോവാ അല്ലെ? റെയിൻ കോട്ട് ഇട്ടിട്ട് പോവാറുണ്ട്. രണ്ട് സീസൺസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സമ്മർ ആൻഡ് മൺസൂൺ അല്ലെങ്കിൽ റെയിനി സീസൺ. റെയിനി സീസണെയാണ് എന്ത്? മൺസൂൺ എന്നും പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻ സമ്മർ സീസൺ. സമ്മർ സീസണിൽ വളരെ ചൂടായിരിക്കും. ഇറ്റ് ലാസ്റ്റ് ഫ്രം മാർച്ച് ടു ജൂൺ. മാർച്ച് മുതൽ ജൂൺ വരെ ആയിരിക്കും എന്തുണ്ടാവുക? സമ്മർ സീസൺ ഉണ്ടാവുക. അതുപോലെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇത് റെയിനി സീസൺ അല്ലെ? അല്ലെങ്കിൽ മൺസൂൺ എന്ന് പറയും. റെയിനി സീസണിൽ എന്താണ്? നമ്മള് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് മൺസൂൺ ഉണ്ടാവുക. ആ സമയത്ത് എന്താണ്? നല്ല മഴയായിരിക്കും. നമ്മൾ പുറത്തു പോകുമ്പോൾ ഒന്നുകിൽ അംബ്രലാസ് കൊണ്ടുപോകും, അല്ലെങ്കിൽ റെയിൻ കോട്ട് വെയർ ചെയ്തിട്ടാണ് പോവുക. നെക്സ്റ്റ് സീസൺ ഈസ് വിന്റർ സീസൺ. ഇറ്റ് ഈസ് വെരി കോൾഡ് ഇൻ വിന്റർ. Places on the mountains have snowfall. We wear woolen clothes to keep ourselves warm. December and January are the coldest months in India. ഇനി പറയാൻ പോകുന്നത് വിന്ററിനെ കുറിച്ചാണ് അല്ലെ? മഞ്ഞുകാലം അല്ലെ? മഞ്ഞുകാലത്തിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. നോർമലി ഇന്ത്യയിലുള്ള വിന്റർ സീസൺ ഏതൊക്കെ മാസങ്ങളിലാണ്? ഡിസംബർ, ജനുവരി അല്ലെ? ഡിസംബറിൽ എന്താണ്? ക്രിസ്മസ് ഒക്കെ ഉണ്ടാവുമ്പോ നമുക്കറിയാം നല്ല തണുപ്പാണല്ലേ ആ സമയത്ത്. ഏകദേശം നവംബർ മാസത്തോടു കൂടി നമ്മുടെ നാട്ടിലൊക്കെ തണുപ്പ് വരാൻ തുടങ്ങും. ഡിസംബർ, ജനുവരിയിൽ നല്ല തണുപ്പാണ് ഉണ്ടാവുക അല്ലെ? രാവിലെ എഴുന്നേൽക്കാനൊക്കെ നമുക്ക് മടിയായിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ ഈ നല്ല തണുപ്പുള്ള സമയത്താണ് നമ്മൾ എന്ത്? വൂളൻ ക്ലോത്ത്സ് ഒക്കെ വെയർ ചെയ്യാം, കമ്പിളി വസ്ത്രങ്ങൾ അല്ലെ? വൂളൻ ക്ലോത്ത്സ് ഉണ്ടോ നിങ്ങൾക്ക്? വൂളൻ ഡ്രസ് ഒക്കെ ഉണ്ടോ? അതായത് നല്ല തണുപ്പുള്ള സമയത്ത് രാവിലെ ഇടുന്ന ഒരു നല്ല ചൂട് തരുന്ന ഒരു കുപ്പായ ഉണ്ട് അല്ലെ? ഒരു ഡ്രസ് ഉണ്ട് അല്ലേ? വൂളൻ ഡ്രസ്. സോ നല്ല തണുപ്പുള്ള സമയത്ത് നമ്മൾ വൂളൻ ക്ലോത്ത്സ് ആണ് വെയർ ചെയ്യുക. അത് നമ്മളെ കുറച്ച് ചൂട് നമുക്ക് തരും അല്ലേ? അത് നമ്മൾ ഈ വൂളൻ ക്ലോത്ത്സ് ഇടുമ്പോൾ അത് പൊതുവെ കുറച്ച് ചൂടുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും അതിങ്ങനെ വാം ആയിട്ട് കീപ്പ് ചെയ്യും, നല്ല ചൂട് നമുക്ക് ഫീൽ ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ വൂളൻ ക്ലോത്ത്സ് വെയർ ചെയ്യുന്നത്. ഡിസംബർ ആൻഡ് ജനുവരി ആർ ദ കോൾഡസ്റ്റ് മന്ത് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള സമയം ഏതാണ്? ഡിസംബറും എന്താണ്? ജനുവരിയുമാണ്. ഷബറ, what are you doing there? Listen here. Then നമ്മള് സീസൺസിനെ കുറിച്ചാണ് പറഞ്ഞത്. There are 3 important seasons. എത്ര സീസൺ ഉണ്ട്? എത്ര സീസൺ ആണുള്ളത്? Say loudly. 3 important seasons. And summer, monsoon, winter. Summer season are very hot. Then the summer season lasts from March to June. The summer season March മുതൽ ജൂൺ വരെയാണ് ഉണ്ടാവുക. ആ സമയത്ത് നല്ല ചൂടായിരിക്കും. Then rainy season or monsoon. The rainy season usually lasts from June to September. Rainy season എപ്പോഴാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഉണ്ടാവുക. We wear raincoats or carry umbrellas when we go out in the rain. ഈ മഴക്കാലത്ത് നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മൾ ഒന്നുകിൽ റെയിൻ കോട്ട് അല്ലെങ്കിൽ അംബ്രലാസ് ഒക്കെ വെയർ ചെയ്തിട്ടാണ് പോവുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. വിന്റർ സീസൺ ആണ്, മഞ്ഞുള്ള സമയമാണ് അല്ലെ? ആ സമയത്ത് എന്താണ്? നല്ല തണുപ്പായിരിക്കും. മഞ്ഞുകാലത്ത് നല്ല തണുപ്പായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. And places on the mountains have snowfall. മഞ്ഞുകളിലൊക്കെ എന്താണ്? നല്ല മൗണ്ടൈൻസിലൊക്കെ, മലനിരകളിലൊക്കെ എന്തുണ്ടാവും? സ്നോഫാൾ ഉണ്ടാവും, മഞ്ഞ് വീഴും അല്ലെ? നമ്മുടെ വീടൊക്കെ ഏതെങ്കിലും കുന്നും മലയൊക്കെ ഉള്ള പ്രദേശങ്ങളിലേക്കാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക? നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടാവും അല്ലെ? സ്നോഫാൾ ഉണ്ടാവും. ദെൻ നമ്മൾ വൂളൻ ക്ലോത്ത്സ് വെയർ ചെയ്യും.
എന്നിട്ട് എന്താണ് അത് നമ്മളെ വാം ആയിട്ട് കീപ്പ് ചെയ്യും. ചൂടുള്ള വസ്ത്രങ്ങള് ചൂട് തരും നമുക്ക് ഈ വൂളൻ വസ്ത്രങ്ങൾ അല്ലെ, കമ്പിളി വസ്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും വാം ആയിട്ട് കീപ്പ് ചെയ്യും. കുറച്ച് തണുപ്പ് നമുക്ക് കുറവായിട്ട് ഫീൽ ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ നല്ല തണുപ്പുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യുന്നത്, വൂളൻ ക്ലോത്ത്സ് വെയർ ചെയ്യുന്നത്. ദെൻ ഡിസംബർ ആൻഡ് ജനുവരി ആർ ദ മെയിൻ വിന്റർ സീസൺ ഇൻ ഇന്ത്യ അല്ലെ. ഡിസംബറിലും ജനുവരിയിലുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പുണ്ടാകുക എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആ പോർഷൻ അവിടെ ഫിനിഷ് ആവുകയാണ്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറയുന്നത്, സീസൺസിനെ കുറിച്ചും നമ്മുടെ വെതർ കണ്ടീഷൻസിനെ കുറിച്ചും. ആദ്യം നമ്മൾ പറഞ്ഞത് ഹോട്ട് ആൻഡ് സണ്ണി ഡേ അല്ലെ, ചൂടുള്ള നല്ല വെയിലുള്ള ഒരു ദിവസത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. നമ്മൾ ഫാൻ, AC, കൂളർ ഇതൊക്കെ ഓൺ ചെയ്തിട്ടിരിക്കും, തണുപ്പുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുകയും ഒക്കെ ചെയ്യും അല്ലെ. ലസ്സിയും ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക എപ്പോഴാണ്, നല്ല ചൂട് തോന്നുന്ന സമയങ്ങളിലാണ്. ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവും അല്ലെ. നല്ല ചൂടുണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഐസ്ക്രീം ഒക്കെ കുറച്ച് കഴിച്ചാല് നമ്മുടെ ചൂടിനൊക്കെ ഒരു റിലീഫ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ ലസ്സി, ജ്യൂസ്, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള കോക്കനട്ട് വാട്ടർ ഇതൊക്കെയാണ് നമ്മൾ ഈ ചൂട് സമയത്ത് കഴിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നത്. ദെൻ എ കോൾഡ് ഡേ, നല്ലൊരു തണുപ്പുള്ള ദിവസത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. The cold, the days and nights are cold in winter. ഈ വിന്റർ സീസണിലാണ് നല്ല തണുപ്പുണ്ടാവും അല്ലെ. ഹോട്ട് ആൻഡ് സണ്ണി ഡേയ്സ് ഇൻ സമ്മർ സീസൺ. സമ്മർ സീസണിൽ നല്ല ചൂടായിരിക്കും. പിന്നെ വിന്റർ സീസണിൽ രാവിലെയും രാത്രിയിലും നല്ല തണുപ്പായിരിക്കും അല്ലെ. We wear woolen clothes and keep ourselves warm. We like to have hot drinks. തണുപ്പുള്ള സമയത്ത് ചൂടുള്ള കാര്യങ്ങൾ കഴിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുക അല്ലെ. ചൂടുള്ള സമയത്ത് നേരെ ഓപ്പോസിറ്റ് തണുത്ത കാര്യങ്ങൾ വേണം എന്ന് നമുക്ക് തോന്നും. ദെൻ ഈ വിന്റർ സീസണിൽ നമ്മൾ ചൂടുള്ള പാലും പിന്നെ എന്താണ് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഒക്കെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന് ചുറ്റും ഇരുന്ന് നമ്മുടെ തണുപ്പിന് നമ്മൾ എങ്ങനെയെങ്കിലും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെ. ദെൻ റെയിനി സീസൺ, മഴക്കാലത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. മഴക്കാലത്ത് എന്താണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ റെയിൻ കോട്ട്സും പിന്നെ അംബ്രലയും കൊണ്ടുപോകും. പിന്നെ അത് കൂടാതെ മഴ പെയ്ത് കഴിയുമ്പോൾ കയ്യിൽ എന്തുണ്ടാവും, റെയിൻബോയും കാണാൻ വേണ്ടി പറ്റും അല്ലെ. ചില സമയത്ത് നല്ല മഴ പെയ്ത് കഴിയുമ്പോൾ ആകാശത്ത് എന്തുണ്ടാവും, റെയിൻബോ ഉണ്ടാവും അല്ലെ, മഴവില്ല് ഉണ്ടാകും. ദെൻ തിങ്സ് ടു ഡു ഓൺ എ റെയിനി ഡേ, മഴക്കാലത്ത് നമ്മൾ പുറത്ത് പോകുമ്പോൾ അംബ്രലയോ റെയിൻ കോട്ടോ കൊണ്ടുപോകണം. നമ്മള് പേപ്പർ ബോട്ട് അല്ലെ, നമ്മള് വെള്ളത്തില് തോണിയൊക്കെ ഉണ്ടാക്കി വിടാറില്ലേ പേപ്പറും കൊണ്ട്, അതൊക്കെ ഉണ്ടാക്കി നമ്മൾ കളിക്കും. ദെൻ വാച്ച് ദ റെയിൻബോ, നെയിം ദ കളേഴ്സ് യു സീ. റെയിൻബോയെ നോക്കിയിട്ട് അതിൽ ഏതൊക്കെ കളറുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇതൊക്കെ നമ്മൾ മഴക്കാലത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ വിൻഡി ഡേ, നല്ല കാറ്റുള്ള സമയം, ചില സമയത്ത് നല്ല കാറ്റുണ്ടാവും. അപ്പൊ this wind blows gently and we will like to have a kite അല്ലെ. നമ്മള് നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് പട്ടം പറത്തി കളിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ദെൻ എ ക്ലൗഡി ഡേ, മഴ പെയ്യാതെ ഇങ്ങനെ ആകെ മേഘാവൃതമായിട്ടെല്ലാം മൂടി ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, നല്ല തണുപ്പുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള സമയത്ത് അല്ലെ നല്ല മഴ പെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, മുഴുവൻ ഇങ്ങനെ മഴ മൂടി ഇരിക്കുകയാണ് എന്നുള്ള സമയത്ത് നല്ല തണുപ്പായിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാല് ഈ മേഘങ്ങൾ ഇങ്ങനെ ആകാശത്ത് നിറഞ്ഞു നിൽക്കുമ്പോ സൺറൈസ്, സൂര്യപ്രകാശത്തിന് ഭൂമിയിലേക്ക് വരാൻ വേണ്ടി പറ്റില്ല. അപ്പോഴാണ് ഈ മഴ പിടിച്ചിട്ട് മഴ പെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള സമയങ്ങളിൽ എന്തുണ്ടാവുന്നത്, നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് സീസൺസിനെ കുറിച്ചാണ്. There are 3 important seasons: summer, monsoon, winter അല്ലെ. ഇത് മൂന്നുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 seasons: summer, monsoon, winter. Then summer season, it is very hot in summer. The summer season lasts from March to June. Summer season നല്ല ചൂടായിരിക്കും. മാർച്ച് മുതൽ ജൂൺ വരെയാണ് എന്ത് സമ്മർ സീസൺ ഉണ്ടാവുക. ദെൻ റെയിനി സീസൺ ഓർ മൺസൂൺ, മഴക്കാലം അല്ലെങ്കിൽ മൺസൂൺ എന്ന് നമ്മൾ പറയുന്ന കാലം അല്ലെ. അതില് എന്താണ് നല്ല മഴയായിരിക്കും. പുറത്ത് പോകുമ്പോൾ നമ്മൾ അംബ്രല റെയിൻകോട്ട് ഒക്കെ കൊണ്ടുപോകണം. Then this rainy season usually lasts from June to September.
റെയിനി സീസൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഉണ്ടാവുക. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 4 മാസം എന്തായിരിക്കും? നല്ല എന്തായിരിക്കും? മഴയായിരിക്കും ഉണ്ടാവുക. Then winter, it is very cold on winter. മഞ്ഞുകാലം അല്ലെ, മഞ്ഞുകാലത്ത് നല്ല തണുപ്പായിരിക്കും. മൗണ്ടെയിൻസിലൊക്കെ സ്നോഫാൾ ഉണ്ടാവും അല്ലെ, മലയുള്ള പ്രദേശങ്ങളിലൊക്കെ എന്തായിരിക്കും? നല്ല മഞ്ഞു വീഴ്ച ഉണ്ടാവും അല്ലെ, മഞ്ഞ് ഇങ്ങനെ പൊങ്ങി വീഴുന്ന കാണാൻ വേണ്ടി പറ്റും. Then December and January is the most coldest months in India. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് ഉണ്ടാകുന്നത് ഡിസംബറിലും ജനുവരിയിലുമാണ്. ക്ലിയർ? മനസ്സിലായോ? പിന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നിട്ടുണ്ട്. അപ്പൊ അത് എഴുതാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എഴുതിയെടുത്ത് എക്സാമിന് വേണ്ടി പഠിക്കുക. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സാമിന് നിർബന്ധമായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് മിസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായി പഠിക്കണം. എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നന്നായി പഠിക്കണം. ഇനി നമുക്ക് ഒരു പോർഷൻ കൂടി ഫിനിഷ് ചെയ്യാനുണ്ട്. ഇപ്പൊ മിസ് ജസ്റ്റ് ആ പോർഷൻ എന്താണ് എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതിനു മുമ്പ് നമ്മളിപ്പോ കഴിഞ്ഞ പോർഷൻസിലെ ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? വീട്ടിൽ നിന്ന് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്തു തരാം, മിസ് പറഞ്ഞു തരാം. അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെ ചെയ്യാം. ട്രൂ ഓർ ഫോൾസ് ഉണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ഉണ്ട്, ഫൺ ടു ഡു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പിക്ചർ കളർ ചെയ്യാനും ഉണ്ട്, അതൊക്കെ ചെയ്യാം. എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും എന്ത് ചെയ്യാം? ഇപ്പൊ പഠിക്കുക, എന്നിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുമ്പോ ഈ റെയിൻബോ ഒക്കെ കളർ കൊടുത്ത് ഭംഗിയാക്കി വെക്കാം. ഇപ്പൊ എല്ലാവരും പഠിക്കുകയാണ് ചെയ്യുന്നത് എക്സാമിന് വേണ്ടി അല്ലെ. അപ്പൊ ഇതിലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആവുക. അതിനു മുമ്പ് അപ്പ് ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ കൂടി ഉണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത് എന്ന് മിസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഡീറ്റെയിൽ ആയിട്ട് അത് പറയാനുള്ള ടൈം ഉണ്ടാവോ എന്നുള്ളത് അറിയില്ല. സോ അപ്പ് ഇൻ ദ സ്കൈ എന്നുള്ള പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പ് ഇൻ ദ സ്കൈ നെക്സ്റ്റ് പോർഷൻ ആണ്. 159 പേജ് നമ്പർ എടുത്തോ എല്ലാവരും? 159. അതിൽ ആദ്യം എന്തുണ്ട്? ഒരു കോളത്തില് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സർക്കിൾ ദ തിങ്സ് യു സീ ഇൻ ദ സ്കൈ. ആകാശത്ത് കാണുന്ന എന്ത് ചെയ്യാം? കാര്യങ്ങളെ നിങ്ങൾ സർക്കിൾ ചെയ്യുക. ഇതിൽ എന്തൊക്കെ സ്കൈയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ആകാശത്ത് ഇതിൽ ഏതൊക്കെ കാര്യങ്ങളെ കാണാൻ വേണ്ടി കഴിയും എന്നുള്ളതൊന്ന് സർക്കിൾ ചെയ്യാം. ദെൻ ഈ പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും മിസ് വെക്കില്ല. ഒരു ക്വസ്റ്റ്യനോ മറ്റോ ഈ 2 പോർഷൻസിൽ നിന്നും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇതിൽ മിസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വാട്സപ്പിൽ തരുന്നത് നിർബന്ധമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എടുത്ത കാര്യങ്ങൾ മാത്രമേ എക്സാമിന് ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നതിൽ നിന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മിസ് നിന്ന് തരും, നിങ്ങൾ അതും പഠിക്കണം. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം ഇതിൽ എന്താണ് പറയുന്നത്. വി സീ ദ സൺ, ദ മൂൺ ആൻഡ് മെനി സ്റ്റാർസ് ഇൻ ദ സ്കൈ. നമ്മള് ആകാശത്ത് എന്തൊക്കെ കാണുന്നു? സൂര്യൻ ഉണ്ടാവും അല്ലെ, ചന്ദ്രൻ ഉണ്ടാവും അല്ലെ, പിന്നെ എന്തൊക്കെയാ ഉണ്ടാവുക ആകാശത്ത്? മെനി സ്റ്റാർസ് ആർ ദെയർ. ഒരുപാട് നക്ഷത്രങ്ങളെ കാണും അല്ലെ. സൂര്യനെ കാണും, ചന്ദ്രനെ കാണും, നക്ഷത്രങ്ങളെയും കാണും. ഇതൊക്കെ നമുക്ക് എവിടെ കാണാൻ വേണ്ടി പറ്റും? ആകാശത്ത് കാണാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ സൂര്യനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ദ സൺ. The sun is a huge ball of fire. It gives us heat and light. The sun is very big. It looks small as it is very far away from us. The sun helps living things to live. Plants need sunlight to grow. സൂര്യനെ കുറിച്ചാണ് പറയുന്നത്. സൂര്യൻ എന്ന് വെച്ചാൽ എന്താണ്? ഫയറിന്റെ, തീയുടെ ഒരു വലിയ ബോളാണെന്നാ പറയുന്നത് അല്ലെ. സൂര്യൻ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഫയറിന്റെ ഒരു വലിയ പന്താണ്, വലിയ ബോളിന്റെ ഷേപ്പുള്ള ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫയറാണ്, ഒരു തീയാണ് ആര്? സൂര്യൻ എന്നാ പറയുന്നത്. ഇറ്റ് ഗിവ്സ് us heat, light. സൂര്യൻ നമുക്ക് എന്തൊക്കെ തരും? ചൂടും വെളിച്ചവും തരും അല്ലെ. സൂര്യപ്രകാശത്തിന് ചൂടല്ലേ. സൂര്യൻ ഉദിക്കുമ്പോ നല്ല ലൈറ്റും ഉണ്ടല്ലോ. ലൈറ്റ് കാണാറില്ലേ? സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നല്ല ലൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത്, ഇപ്പൊ ഈ പകൽ സമയങ്ങളിൽ നല്ല വെളിച്ചം ഉണ്ടാകുന്നത് അല്ലെ. പകലും രാത്രിയും ഒരുപോലെയാണോ? രാത്രിയിൽ എന്താണ്? ഇരുട്ടാണ് അല്ലെ. പകൽ സമയങ്ങളിലോ നല്ല വെളിച്ചമാണ്. അതെന്തുകൊണ്ടാ?
സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടാണ്, സൂര്യന് ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ. ദ സൺ ഈസ് വെരി ബിഗ്. സൂര്യൻ എന്താണ്? വളരെ വലുതാണ്. ഇറ്റ് ലുക്സ് സ്മോൾ ആസ് ഇറ്റ് ഇസ് വെരി ഫാർ അവേ ഫ്രം us. പക്ഷെ നമ്മൾ നോക്കുമ്പോ, നമ്മൾ ഇവിടുന്ന് നോക്കിയിട്ട് കാണുമ്പോ സൂര്യൻ എന്താണ്? നമ്മുടെ അത്രയും വലുപ്പമുണ്ട് എന്ന് നമുക്ക് തോന്നാറുണ്ടോ? ഇല്ല, വളരെ ചെറിയ പോലെ നമുക്ക് കാണുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ നിൽക്കുന്ന ഭൂമിയിൽ നിന്നും ഈ സൂര്യനിലേക്ക് എന്തുണ്ട്? ഒരുപാട് ദൂരമുണ്ട്. ദൂരെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോ എന്താണ്? അത് വളരെ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ? ദൂരെ ആരെങ്കിലും നിൽക്കുന്ന കണ്ടാല് ചിലപ്പോൾ നമ്മൾ ഒരു പൊട്ട് പോലെ ചെറിയതായിട്ടേ കാണുള്ളൂ അല്ലെ? അതുപോലെ തന്നെയാണ് സൂര്യന്റെ കാര്യം. സൂര്യൻ വളരെ വലുതാണ്. പക്ഷെ നമ്മള് സൂര്യനിൽ നിന്ന് ഒരുപാട് ദൂരെ നിന്നിട്ട് സൂര്യനെ നോക്കുമ്പോ സൂര്യൻ വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നുന്നു. Then the sun helps living things to live. സൂര്യനാണ് ഇങ്ങനെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും എന്താണ്? ജീവിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ? നമുക്കൊക്കെ ജീവനുള്ളത്, നമുക്കൊക്കെ ലൈറ്റും വെളിച്ചവും ഒക്കെ സൂര്യൻ തരുന്നത് കൊണ്ടാണ്. പ്ലാന്റ്സ് നീഡ് സൺലൈറ്റ് ടു ഗ്രോ. ചെടികൾക്കൊക്കെ വളരണമെങ്കിൽ എന്ത് വേണം? സൂര്യപ്രകാശം വേണം അല്ലെ? നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിലുള്ള ചെടികള് നല്ല ഭംഗിയായിട്ട് വളരും. അപ്പൊ ചെടികൾക്ക് നന്നായി വളരണമെങ്കിൽ സൺലൈറ്റ് വേണം. സൂര്യനെ കുറിച്ചാ പറഞ്ഞത്. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫയറിന്റെ ബോൾ ആണ് അല്ലെ? തീയുടെ ബോളാണ് ആര്? സൂര്യൻ. സൂര്യന് നമുക്ക് ചൂടും വെളിച്ചവും തരുന്നുണ്ട്. ആൻഡ് കാണുമ്പോ എന്താണ്? സൂര്യൻ വളരെ വലിയതാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോ വളരെ ചെറുതാണ്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ സൂര്യനിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത് അല്ലെ? ഒരുപാട് താഴെയാണ്. ആൻഡ് ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളെയും ജീവിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? സൂര്യനാണ്. ആൻഡ് പ്ലാന്റ്സ് നീഡ് സൺലൈറ്റ് ടു ഗ്രോ. ചെടികൾക്ക് വളരാൻ വേണ്ടി എന്ത് വേണം? സൂര്യപ്രകാശം വേണം എന്നാണ് പറയുന്നത്. Then day and night. ഇനി പറയാൻ വേണ്ടി പോകുന്നത് രാത്രിയെയും പകലിനെയും കുറിച്ചാണ്. The sun appears to rise in the east. Sunrise brings in the day. The sun appears to set in the west. When it sets, day changes into night. രാവിലെ സൂര്യൻ എവിടെയാ ഉദിച്ചു വരിക? ഈസ്റ്റിലാണോ വെസ്റ്റിലാണോ? കിഴക്കാണോ പടിഞ്ഞാറാണോ സൂര്യൻ ഉദിക്കുക? എവിടെയാ സൂര്യൻ ഉദിക്കുക? അറിയോ നോക്കട്ടെ. എവിടെയാ മോളെ നീലാഞ്ജന? രാവിലെ സൺറൈസ് ഉണ്ടാവുന്നത് എവിടെയാണ്? സൂര്യൻ ഉദിച്ചു വരുന്നത് കിഴക്ക് അല്ലേ? ഈസ്റ്റിലാണ് സൂര്യൻ ഉദിക്കാറ് അല്ലെ? രാവിലെ സൂര്യൻ ഉദിച്ചു വരിക ഈസ്റ്റ് സൈഡിലാണ്, കിഴക്ക് ഭാഗത്താണ്. ദെൻ സൂര്യൻ എവിടെയാ അസ്തമിക്കുക അമൃത? സൺസെറ്റ് ഉണ്ടാവുക എവിടെയാണ്? സൂര്യൻ ഏത് ഭാഗത്താ അസ്തമിച്ചു പോവുക? പടിഞ്ഞാറ്. പടിഞ്ഞാറ് അല്ലെ? വെസ്റ്റിലാണ് സൂര്യൻ അസ്തമിക്കുന്നത്. ഈസ്റ്റില് സൂര്യൻ ഉദിച്ചു വരും, വെസ്റ്റില് സൂര്യൻ അസ്തമിക്കും അല്ലെ? സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് അല്ലെ? കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും അല്ലെ? രാവിലെ സൂര്യൻ കിഴക്കുന്ന് ഉദിച്ചു വരും. എന്നിട്ട് എന്ത് ചെയ്യും? സൺറൈസ് ബ്രിങ്സ് ഇൻ ദ ഡേ. സൂര്യൻ ഉദിക്കുന്നില്ല എങ്കിൽ എന്തുണ്ടാവും? എപ്പോഴും ഇരുട്ടായിരിക്കും അല്ലെ? എപ്പോഴും രാത്രിയായിരിക്കും സൂര്യൻ ഉദിക്കുന്നില്ലെങ്കിൽ. സൂര്യൻ ഉദിക്കുന്നോണ്ടാണ് എന്തുണ്ടാകുന്നത്? പകൽ ഉണ്ടാവുന്നത്, ഡേ ഉണ്ടാകുന്നത്. മനസ്സിലായോ? സൂര്യൻ ഉദിച്ചു വരുമ്പോ സൂര്യപ്രകാശം എന്തുണ്ടാക്കും? പകലിനെ ഉണ്ടാക്കും. പകൽ വെളിച്ചം ഉണ്ടാകും അല്ലെ? സൂര്യൻ ഉദിക്കുന്ന സമയത്ത്. Then the sun appears to set in the west. പിന്നെ സൂര്യൻ എവിടെ? പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിക്കാൻ പോകുന്നു. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? രാത്രി ഉണ്ടാവുന്നത്. സൂര്യൻ ഉദിച്ചു വരുമ്പോ പകൽ എന്ന് നമ്മൾ പറയുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോ രാത്രി, നൈറ്റ് എന്നും പറയുന്നു. മനസ്സിലായോ? സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോഴല്ലേ മെല്ലെ മെല്ലെ ഇരുട്ട് വീണ് തുടങ്ങുക അല്ലെ? വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് നമ്മൾ പോകുന്ന എപ്പോഴാണ്? സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അല്ലെ? രാവിലെ സൂര്യൻ ഉദിക്കുമ്പോ നല്ല വെളിച്ചം ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം നേരം വെളുക്കുകയാണ്, പകൽ ഉണ്ടാവുകയാണ് എന്നറിയാം. വൈകുന്നേരം ആവുമ്പോ സൂര്യൻ അസ്തമിക്കാൻ പോകും. അപ്പൊ നമുക്കറിയാം എന്ത്? രാത്രിയാണ് വരാൻ പോകുന്നത് അല്ലെ? രാത്രിയാവാൻ പോവുകയാണ് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലാണ്, അസ്തമിക്കുന്നത് എവിടെയാണ്? വെസ്റ്റിലുമാണ്. The moon, ചന്ദ്രനെ കുറിച്ചാ പറയുന്നത്. The moon is round in shape. ചന്ദ്രനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്ത് ഷേപ്പിലാണ്? നീളത്തിലാണോ, വട്ടത്തിലാണോ, അല്ല ചതുരത്തിലാണോ? എങ്ങനെയാ ചന്ദ്രൻ ഉണ്ടാവുക? റൗണ്ട് ആണ് അല്ലെ? സോ
The moon is round in shape. ചന്ദ്രൻ എങ്ങനെയാണ് കാണാൻ? അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? വട്ടത്തിലാണ്. ഇറ്റ് is smaller than the sun. പക്ഷെ അത് സൂര്യനേക്കാൾ എന്താണ്? ചെറുതാണ് അല്ലെ? ചന്ദ്രൻ വട്ടത്തിലാണ് ഉണ്ടാവുക. ഇറ്റ് is round in shape and it is smaller than the sun. അത് സൂര്യനേക്കാൾ വളരെ ചെറിയതാണ്. The moon shines at night. രാത്രിയിൽ ചന്ദ്രൻ എന്ത് ചെയ്യും? ഇങ്ങനെ തിളങ്ങി നിൽക്കും അല്ലെ? രാത്രി ചന്ദ്രനെ കണ്ടാൽ നല്ല തിളക്കം ഉണ്ടാവും. On some nights we do not see the moon. ചില രാത്രികളിൽ നമ്മൾ ചന്ദ്രനെ കാണാറേ ഇല്ല അല്ലെ? എല്ലാ രാത്രികളിലും ആകാശത്തേക്ക് നോക്കിയാൽ ചന്ദ്രനെ കാണാൻ വേണ്ടി പറ്റുമോ? കാണാറുണ്ടോ നിങ്ങൾ എല്ലാ ദിവസവും? ഒരു ദിവസമെങ്കിലും അമ്പിളിമാമനെ കാണാതിരുന്നിട്ടില്ലേ നിങ്ങള്? ഉണ്ട്. അതെന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള രാത്രികളെയാണ് നമ്മൾ എന്ത് പറയാ? മൂൺലെസ് നൈറ്റ്സ്. ചന്ദ്രൻ ഇല്ലാത്ത രാത്രികൾ അല്ലേ? എല്ലാ രാത്രികളിലും ആകാശത്ത് മൂൺ ഉണ്ടാകണം എന്നില്ല. ചില സമയങ്ങളിൽ ചില നൈറ്റ്സിൽ എന്തുണ്ടാവില്ല? മൂൺ എവിടെ ഉണ്ടാവില്ല? സ്കൈയിൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ള നൈറ്റ്സിനെയാണ്, അങ്ങനെയുള്ള രാത്രി സമയങ്ങളെയാണ് നമ്മള് മൂൺലെസ് നൈറ്റ് എന്ന് പറയുന്നത്. അതായത് ചന്ദ്രൻ ഇല്ലാത്ത രാത്രി. അപ്പൊ ചന്ദ്രന്റെ ഷേപ്പ് ഇങ്ങനെ റൗണ്ടിലാണ്, വട്ടത്തിലാണ്. ദെൻ അതെന്ത് ചെയ്യുന്നു? സൂര്യനേക്കാൾ വളരെ ചെറിയതാണ്. രാത്രിയിൽ ചന്ദ്രൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. ആൻഡ് ചില രാത്രികളിൽ ചന്ദ്രനെ കാണാൻ വേണ്ടി പറ്റില്ല. അത് എന്തായിരിക്കും? മൂൺലെസ് നൈറ്റ് എന്ന് പറയും. ചന്ദ്രൻ ഇല്ലാത്ത രാത്രി എന്ന് പറയും. ഷേപ്സ് ഓഫ് ദ മൂൺ. ചന്ദ്രന്റെ ഷേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. The moon seems to change its shape every night. On some nights it looks like ചില രാത്രികളിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റില്ല? എല്ലാ രാത്രികളിലും ചന്ദ്രന്റെ ഷേപ്പില് ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാവും അല്ലെ? എല്ലാ ദിവസവും ഒരുപോലെയാണോ? ചില സമയത്ത് നിങ്ങൾ പകുതി മാത്രമേ കാണാറുള്ളൂ അല്ലെ? അങ്ങനെ കണ്ടിട്ടില്ലേ? റൗണ്ട് ഷേപ്പിലല്ലാതെ കുറച്ച് മാത്രം ഭാഗം കാണാറില്ലേ പുറത്ത്? ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ നിറയെ ഇങ്ങനെ കാർമേഘങ്ങളുടെ ഉള്ളില് ചെറിയൊരു വര പോലെ കാണാറില്ലേ ചന്ദ്രന്? നിങ്ങൾ ഇത്ര പോലെ മാത്രം കണ്ടിട്ടില്ലേ? ഇങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങള്? മുഴുവൻ പുറത്ത് കാണാതെ കണ്ടിട്ടുണ്ട്. ഇതിനെയാണ് നമ്മള് ക്രസന്റ് മൂൺ എന്ന് പറയുന്നത്. ക്രസന്റ് മൂൺ. ചില ദിവസങ്ങളിൽ ഇങ്ങനെ പകുതി മാത്രം ചന്ദ്രനെ കാണും. അതിന് നമ്മള് ക്രസന്റ് മൂൺ എന്ന് പറയും. ചില രാത്രികളില് രണ്ടാമത്തെ പിക്ചറിൽ കാണുന്ന പോലെ കുറെ അധികം ഭാഗം പുറത്ത് കാണും അല്ലെ? കുറെ അധികം ഭാഗം കാണും. പക്ഷെ കുറച്ച് ഭാഗം ഈ മേഘങ്ങളുടെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. ഇതിന് നമ്മള് ഹാഫ് മൂൺ എന്ന് പറയും. അർദ്ധചന്ദ്രൻ അല്ലെ? പകുതി. ഹാഫ് മൂൺ എന്ന് പറയും. On some nights it looks like, ചില രാത്രികളിൽ ഇങ്ങനെ മുഴുവൻ തിളങ്ങി നിൽക്കുന്നതാണ് അല്ലെ? ചില സമയത്ത് ഒരു ഇത്തിരിയേ പുറത്ത് കാണുള്ളൂ. അതിന് നമ്മൾ ക്രസന്റ് മൂൺ എന്ന് പറയും. ചില രാത്രികളിൽ കുറെ ഭാഗം കാണും, ഇത്തിരി ഭാഗം അതിന്റെ അകത്ത് ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതിന് നമ്മൾ ഹാഫ് മൂൺ എന്ന് പറയും. ചില രാത്രികളിൽ മുഴുവൻ ഭാഗവും നന്നായിട്ട് തിളങ്ങിയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിന് നമ്മൾ ഫുൾ മൂൺ എന്ന് പറയും. പൂർണ്ണചന്ദ്രൻ അല്ലേ? പൂർണ്ണചന്ദ്രൻ എന്നും പറയും. ഇങ്ങനെ 3 തരത്തിൽ കാണാൻ വേണ്ടി പറ്റും. ചില സമയം കുറച്ചേ ഉണ്ടാവുള്ളൂ, അതിന് ക്രസന്റ് മൂൺ. ചില സമയത്ത് ഒരുപാട് ഭാഗം പുറത്തുണ്ടാവും, കുറച്ച് ഭാഗം കാണാൻ വേണ്ടി പറ്റില്ല. അതിന് നമ്മൾ ഹാഫ് മൂൺ എന്ന് പറയും. ചില സമയങ്ങളിൽ മുഴുവനായിട്ടും പുറത്ത് കാണാൻ വേണ്ടി പറ്റും. അതിന് നമ്മൾ ഫുൾ മൂൺ, പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്നു. മനസ്സിലായോ? മനസ്സിലായോ? ആയിട്ടില്ലേ? ഓക്കെ. ദെൻ സ്റ്റാർസ്. നക്ഷത്രങ്ങളെ കുറിച്ചാ പറയുന്നതിന്. We see the stars at night. They are very far away from us. Stars give us light. ആകാശത്ത് നോക്കിയാൽ നമുക്ക് കുറെ നക്ഷത്രങ്ങളെ കാണാൻ വേണ്ടി കഴിയും അല്ലെ? നക്ഷത്രങ്ങൾ നമുക്ക് എന്ത് തരും? ലൈറ്റ് തരും, വെളിച്ചം തരും എന്നാ പറയുന്നത്. They are very far away from us. ചില രാത്രികളിൽ ആകാശത്ത് നോക്കിയാൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ വേണ്ടി പറ്റും. നക്ഷത്രങ്ങൾ എന്താണ്? ഒരുപാട് ദൂരെയാണ്. ആകാശത്ത് നിന്ന് ഒരുപാട് ദൂരെയാണ് നക്ഷത്രങ്ങൾ ഉള്ളത്. നക്ഷത്രങ്ങൾ നമുക്ക് ലൈറ്റ് തരും, വെളിച്ചം തരും എന്നാണ് പറയുന്നത്. Then
പിന്നെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഭൂമിയെ കുറിച്ചാണ്. നമ്മുടെ എർത്ത്. നമ്മളൊക്കെ താമസിക്കുന്ന എവിടെയാണ്? ഭൂമിയിലാണ് അല്ലേ? ഭൂമിയിലല്ലേ എല്ലാവരും താമസിക്കുന്നേ? ആണല്ലോ, ആണ്. Then we live on earth. നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലാണ്. It is our home. ഭൂമിയാണ് നമ്മുടെ വീട് അല്ലേ? ഭൂമിയാണ് നമ്മുടെ എല്ലാം. And we share it with the different animals and plants. പിന്നെ നമ്മൾ മനുഷ്യന്മാർ മാത്രമാണ് ഭൂമിയിലുള്ളത്? അല്ലല്ലോ. കുറെ മൃഗങ്ങളും ചെടികളും പക്ഷികളും പൂക്കളും ഒക്കെ ഇല്ലേ ഇവിടെ? എല്ലാവർക്കും എന്ത് വേണം? ജീവിക്കണമെങ്കിൽ ഭൂമി വേണം. And the earth is made of land and water. ഭൂമിയിൽ എന്തുണ്ട്? 3/4 ഭാഗവും വെള്ളമുണ്ട്. ഒരുപാടധികം ഭൂമിയിൽ വെള്ളം ഉണ്ട്. ബാക്കിയുള്ള ഒരു ഭാഗം കരയുമാണ്. ലാൻഡ് ഉണ്ട് അല്ലെ? മരങ്ങളും ചെടികളും വീടുകളും ഒക്കെ ഉള്ള കരയുമുണ്ട്. കുറെ അധികം ഭാഗത്ത് ഭൂമിയിൽ വെള്ളവും ഉണ്ട്. Then we grow food on land. We build our houses on land. We need water to live. We need air to breathe. This is air. There is air around the earth. ഭൂമിയില് കുറെ ഭാഗത്ത് വെള്ളമുണ്ട്, കുറച്ച് ഭാഗത്ത് ലാൻഡ് ഉണ്ട്. ലാൻഡിൽ നമ്മൾ വീട് വെക്കും അല്ലെ? വീട് വെക്കുന്നതും ഭക്ഷണ സാധനങ്ങളൊക്കെ നട്ടുണ്ടാക്കുന്നത്, കൃഷിയൊക്കെ ചെയ്യില്ലേ? നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ട പച്ചക്കറികളും അത്യാവശ്യം ഫ്രൂട്ട്സും ഒക്കെ എന്ത് ചെയ്യും? കൃഷി ചെയ്യും അല്ലെ? അതാണ് പറയുന്നത് വി ഗ്രോ ഫുഡ് ഓൺ ലാൻഡ്. നമുക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ നട്ടുണ്ടാക്കും അല്ലെ? നമ്മൾ ഇവിടെ വീട് വെക്കും. പിന്നെ നമുക്ക് ജീവിക്കാൻ വെള്ളം വേണം, നമുക്ക് ശ്വസിക്കണമെങ്കിൽ എയർ വേണം. ഇതൊക്കെ എവിടെ ഉണ്ട്? ഭൂമിയിലുണ്ട് അല്ലെ? ഭൂമിയുടെ ചുറ്റും നമ്മൾ ശ്വസിക്കുന്ന എയറും ഉണ്ട് അല്ലെ? നിങ്ങളിപ്പോ അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ശ്വാസം എടുക്കുന്നുണ്ട് അല്ലെ? ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ശ്വാസം എടുക്കാനുള്ള എയറൊക്കെ എവിടെയാ ഉള്ളത്? നമ്മുടെ ചുറ്റും ഈ ഭൂമിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. Then the earth gives us land to live, water to drink and air to breathe. ഈ ഭൂമിയാണ് നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാനുള്ള വായുവും ഒക്കെ തരുന്നത് ആരാണ്? ഈ ഭൂമിയാണ് അല്ലെ? താമസിക്കാൻ സ്ഥലമുണ്ട്, നമുക്ക് കുടിക്കാൻ നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ വെള്ളം ഉണ്ട് അല്ലെ? നമ്മുടെ പിന്നെ ശ്വസിക്കാനുള്ള എയർ നമുക്കിവിടെ ഭൂമിയിലുണ്ട്. ഒക്കെ നമുക്ക് ഈ ഭൂമി തരുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്? ഭൂമിയിൽ ജീവിക്കുന്നത്. Then we must keep the earth clean. നമ്മൾ എപ്പോഴും ഈ ഭൂമി നല്ല ക്ലീൻ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യണം എന്നാ പറയുന്നത് അല്ലെ? നമ്മളൊക്കെ ജീവിച്ച് കുറച്ചു കാലം കഴിയുമ്പോ വേറൊരു തലമുറ കൂടി വരാനുണ്ടല്ലേ ഭൂമിയിലേക്ക്? നിങ്ങളിപ്പോ വളർന്ന് വലിയ ആളുകളായി, പിന്നെ കുറെ നാള് കഴിയുമ്പോ വേറെ കുറെ ആളുകൾക്ക് ജീവിക്കേണ്ട സ്ഥലമാണ് ഭൂമി അല്ലെ? നിങ്ങളുടെ വീട്ടിലുള്ള ഗ്രാൻഡ് പാരന്റ്സും അവരുടെ പാരന്റ്സും ഒക്കെ ജീവിച്ചിരുന്നു അല്ലെ പണ്ട്? അത് കഴിഞ്ഞിട്ട് ആരാണ്? നമ്മളൊക്കെ വന്നു അല്ലെ? ഇനി നമ്മളൊക്കെ കഴിയുമ്പോ പുതിയ ആളുകളൊക്കെ താമസിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ വരേണ്ടതാണ്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഈ ഭൂമി നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ? വേസ്റ്റ് ഒന്നും വലിച്ചെറിയാതെ, പൊല്യൂട്ടഡ് ആക്കാതെ അല്ലെ? അതും ഇതൊക്കെ വലിച്ചെറിഞ്ഞ് ഭൂമി ഒന്നും വൃത്തികേടാക്കാൻ വേണ്ടി പാടില്ല എന്നാ പറയുന്നത്. നമ്മുടെ വീടാണെങ്കിലും നമ്മുടെ പരിസരമാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? വൃത്തിയാക്കണം അല്ലെ? നന്നായിട്ട്. അപ്പൊ ഇത്രയാണ് ഇതിൽ പറയുന്നത്. സൂര്യനെ കുറിച്ച് പറയുന്നുണ്ട്, ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ചന്ദ്രന്റെ ഷേപ്പിനെ കുറിച്ച് പറഞ്ഞു. ചില ദിവസങ്ങളിൽ ഇത്തിരി മാത്രമേ പുറത്ത് കാണുള്ളൂ, അതിന് ക്രസന്റ് മൂൺ എന്ന് പറയും. ചില ദിവസങ്ങളിൽ ഒരുപാട് കാണാൻ വേണ്ടി പറ്റും, കുറച്ച് മാത്രം എവിടെ ഉണ്ടാവും? അതിന്റെ അകത്ത് ഉണ്ടാവും. ഇത് ചില സമയങ്ങളിൽ അതിന് ഹാഫ് മൂൺ എന്ന് പറയും. ചില സമയങ്ങളിൽ മുഴുവനായിട്ട് നമുക്ക് പുറത്ത് കാണാൻ വേണ്ടി കഴിയും. അതിനെ നമ്മൾ പൂർണ്ണ ചന്ദ്രൻ എന്ന് പറയും, ഫുൾ മൂൺ എന്ന് പറയുന്നു. പിന്നെ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനുള്ള വെള്ളവും വായുവും ഒക്കെ ഉണ്ട്. ഭൂമിയെ നമ്മൾ പൊല്യൂട്ടഡ് ആക്കാതെ പ്രൊട്ടക്ട് ചെയ്യണം എന്നാ പറയുന്നത്. മനസ്സിലായോ? മിസ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോയത്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ മക്കളെ. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് ഇന്ന് വാട്സപ്പിൽ തരും. നിങ്ങൾ അത് വായിച്ച് പഠിക്കണം. അതിനുവേണ്ടിയാ മിസ് പെട്ടെന്ന് ഈ പോർഷൻ ഒന്ന് പറഞ്ഞു പോയത്. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ഈ EVSന്റെ പോർഷനിൽ കുറച്ചധികം പാഠങ്ങളുണ്ട്. 10 പോർഷൻസ് നിങ്ങൾക്കുണ്ട്. പക്ഷെ ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ
6, 7, 8 ഒക്കെ പോർഷൻസ് ഉള്ളൂ. നമുക്ക് കുറച്ചധികം ഉണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. നിങ്ങൾക്ക് ഇതിലധികം കുറച്ചധികം ആക്ടിവിറ്റീസും ഉണ്ട്, കുറച്ചധികം പഠിക്കാനുള്ള കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് ഈ ഒരു പോർഷൻ ബാക്കി വന്നത്. മിസ് മാക്സിമം നോക്കി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നത്. ഈ പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മിസ്സിനോട് വിളിച്ചിട്ട് ഒന്നുകൂടെ ചോദിക്കുക കേട്ടോ. ഇനി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് കാണുക. എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കുക. മിസ് പെട്ടെന്ന് ഇതൊന്ന് ഫിനിഷ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്ന് അറബിക് ക്ലാസ് ഒഴിവാക്കിയിട്ട് വന്നത്. നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാതെ പോയാൽ മിസ്സിന് വിഷമാവില്ലേ? അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് പറയാം എന്ന് കരുതി വന്നത്. സോ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വാട്സപ്പിൽ തരും. നന്നായിട്ട് അത് വായിച്ച് പഠിക്കണം. ഇതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും മിസ് ആഡ് ചെയ്തിട്ടില്ല. 1 or 2 ക്വസ്റ്റ്യൻസ് ഈ 2 പോർഷനിൽ നിന്നും, ലാസ്റ്റ് 2 പോർഷനിൽ നിന്നും ഉള്ളൂ. അപ്പൊ നമ്മുടെ ക്ലാസ് കഴിയാൻ പോവാണ്. 1 മിനിറ്റേ ഉള്ളൂ. എക്സാമിന് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഫുൾ മാർക്കും സ്കോർ ചെയ്യുക കേട്ടോ. ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കാണാം അല്ലേ? എല്ലാവരും വലിയ കുട്ടികളായി സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ നമുക്ക് അപ്പൊ കാണാം. അപ്പൊ ഇപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ടൈം കഴിഞ്ഞു. നന്നായി വായിച്ച് പഠിച്ചിട്ട് നല്ല കുട്ടികളായിട്ട് എക്സാമിന് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ആർക്കും മാർക്ക് കുറവുണ്ടാവാൻ പാടില്ല. എല്ലാവരും നല്ല മാർക്ക് വാങ്ങിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചിട്ട് ചോദിക്കാം.